ലോക ശുചീകരണ ദിനമായ ഇന്ന് നമ്മുടെ ഈ വള്ളിക്കാവ് മാർക്കറ്റ് അടക്കം വള്ളിക്കാവ് പ്രദേശങ്ങളടക്കം മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് വളരെ മാതൃകാപരമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. എല്ലാ വർഷവും നമ്മുടെ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നതാണ്. അമ്മയുടെ മക്കള് ഇവിടെ അറിവ് മാത്രമല്ല നേടാനായിട്ട് സ്കൂളിലേക്ക് പോകുന്നത്, ഇങ്ങനത്തുള്ള കുറെ സാമൂഹിക പ്രവർത്തനങ്ങളും അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഇത് കണ്ടിട്ട് അവർ ഇൻഫ്ലുവൻസ് ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോക ശുചീകരണ ദിനമാണ് ഇന്ന്. അതിൻ്റെ ഭാഗമായി മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും എല്ലാ മഠങ്ങളും ഇന്ന് ശുചീകരണ ദിനത്തിൽ ഏർപ്പെടും. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. എല്ലാവരുടെയും ഉത്സാഹം കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തിയാണ്. അമൃത സ്ഥാപനങ്ങൾ, അമൃത വിശ്വവിദ്യാപീഠം, അമൃത വിദ്യാലയങ്ങൾ, മാതാ അമൃതാനന്ദമയി മഠം, നമ്മുടെ ഭാഗമായിട്ടുള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളിലും സ്ഥാപനങ്ങളിലും ഇന്ന് വേൾഡ് ക്ലീനപ്പ് ഡേ നാം ഇന്ന് കൊണ്ടാടുകയാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ക്ലീനപ്പ് ഡേ പ്രമാണിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ ഈ ടൗണുകളും പരിസരങ്ങളും ഒരു വമ്പിച്ച ഒരു സന്നദ്ധ സേവകരുടെ സഹായത്തോടു കൂടി ക്ലീൻ ചെയ്തു വരികയാണ്. It's really nice for the nature and it's good for cleanliness of the environment, because every day we are seeing that new increase in ozone layer or something like that happening with the environment. We should really encourage of cleanliness of the environment. വേൾഡ് ക്ലീനപ്പ് ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശ്രമം എല്ലാ വർഷവും ഈ പരിപാടി നടത്താറുണ്ട്. അമ്മയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം നടക്കുകയാണ്. അപ്പം ഒരു പഞ്ചായത്തിലല്ല, തീരദേശ മേഖലകളായ ആലപ്പാട്, ആറാട്ടുപുഴ, ക്ലാപ്പന, കുലശേഖരപുരം എന്നീ 4 പഞ്ചായത്തുകളിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലീനിങ് അമൃത വിശ്വവിദ്യാപീഠവും പഞ്ചായത്തുകളും ഹരിത ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും ഏറ്റെടുത്തുകൊണ്ട് വലിയ ഒരു യജ്ഞം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. I think public awareness is now the next step, where we educate people to not throw any litter. So that will be like the correct way of directing them, so that whatever work we are all been doing now gets noted.